കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 4-ാമത്തെ അധ്യായത്തിലേക്കും പഠനത്തിലേക്കുമാണ് ഇന്ന് രാത്രിയിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ഇടയായത്. അല്പം മുമ്പേ ഓർപ്പിച്ചതുപോലെ 4-ാം അധ്യായത്തെക്കുറിച്ചുള്ളൊരു പഠനം ഇവിടെയുള്ള ദൈവമക്കൾ സഭയായിട്ട് നടത്തിയതാണ്. തുടർന്ന് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് ഈ അധ്യായം നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാം. ഈ അധ്യായത്തെ 2ആയിട്ട് ഞാനൊന്ന് തിരിക്കുക. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 10ഉം 11 വാക്യങ്ങൾ, 1 മുതൽ 4 വരെയും 10ഉം 11 വാക്യങ്ങൾ പുരോഗമിക്കുന്ന എതിർപ്പുകളാണ്. 4 മുതൽ 23 വരെ, അപ്പോൾ 11ഉം 10ഉം 11ഉം വിടണം. 4 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പുരോഗമിക്കുന്ന പണികളാണ്. അങ്ങനെ 2ആയിട്ട് ഈ അധ്യായത്തെ നമുക്ക് തിരിച്ച് പഠിക്കാം. ഒന്നുകൂടെ പറയാം. 1 മുതൽ 4 മുമ്പേ പറയുന്ന 1 മുതൽ 3 വരെ, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 10ഉം 11ഉം വാക്യങ്ങൾ പണികൾ, എതിർപ്പുകൾ പുരോഗമിക്കുകയാണ്. നമ്മളത് ഇൻട്രൊഡക്ഷനിൽ ഓർത്തു. എന്നാൽ 4 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പണികൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, എതിർപ്പുകൾ ശക്തമാകുന്ന സ്ഥലത്താണ് ദൈവം തൻ്റെ ദാസന്മാരെ കൊണ്ട് ശുശ്രൂഷകളും ശക്തമായിട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെയുള്ള എതിർപ്പുകൾ സാധാരണ നിലയിലുള്ള എതിർപ്പുകളല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചതാണ്. ഇവിടുത്തെ എതിർപ്പുകൾ വളരെ തീവ്രമാണ്. 1-ാം വാക്യത്തിൽ നമ്മളൊരു ഇങ്ങനെ ഒന്ന് വായിക്കുന്നുണ്ട്, അവൻ കോപവും മഹാരോഷവും പൂണ്ട്, അങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. ആ എതിർപ്പിൻ്റെ കാഠിന്യം ഒന്ന് മനസ്സിലാക്കിക്കേ. സാധാരണ വന്ന എതിർപ്പ് പറയുകയല്ല. എത്ര ശക്തമാണ് ദൈവമക്കൾക്കെതിരെയുള്ള എതിർപ്പുകൾ എന്ന് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം ശക്തമാകുമ്പോഴും പണികളും അതുപോലെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത്. ഒരിക്കലും തളർത്തിക്കളയുവാൻ കഴിയാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ വേലകൾ. മനുഷ്യനാൽ അസാധ്യമാണ്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു വലിയ പാഠമെന്ന് പറയുന്നത് അതാണ്. എത്രമാത്രം മനുഷ്യർ ദൈവപ്രവൃത്തികൾക്ക് എതിരായിട്ട് നിന്നാലും ദൈവം അതിൻ്റെ മധ്യത്തിൽ ദൈവമക്കളെ കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 എതിർപ്പുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. 3 എതിർപ്പുകൾ. 2 എതിർപ്പുകൾ വെളിയിൽ നിന്നുള്ളതാണ്, ഒരെണ്ണം അകത്തു നിന്നുള്ളതാണ്. 2 എതിർപ്പുകൾ കൊണ്ടുവരുന്നത് ശക്തരായ 2 ആളുകളാണ്. അതിൽ ഒരാൾ സൻബല്ലത്താണെന്ന് 1-ാം വാക്യത്തിൽ വായിക്കുന്നു. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത ആൾ തോബിയാവാണ്. അപ്പോൾ ആരൊക്കെയാണ് എതിർപ്പ് കൊണ്ടുവരുന്നത്? സൻബല്ലത്തും തോബിയാവും. ഇനി ആളുകളുണ്ട്, നമുക്ക് പിന്നെ അത് നോക്കാം. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കുറേ ആളുകളുണ്ട്, 7ഓളം ആളുകൾ സഹകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ 2 എതിർപ്പുകൾ വെളിയിൽ നിന്ന് വരുമ്പോൾ നെഹമ്യാവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നും ചില എതിർപ്പുകൾ വരുന്നുണ്ട്. ആ ഉള്ളിൽ നിന്ന് വരുന്ന എതിർപ്പുകളാണ് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇനി ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ വെളിയിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകും, അടുത്തത് അകത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാകും. വെളിയിലുള്ള എതിർപ്പുകളെ പ്രതിരോധിക്കുന്നത് പോലെ തന്നെ ദൈവമക്കൾക്ക് അകത്തു നിന്നുള്ള എതിർപ്പുകളെയും പ്രതിരോധിക്കണം. പൗലോസ് ഒരു ഉപയോഗം പറയുന്നുണ്ട്, അകത്തെ ഭയം, അല്ലേ? പുറത്തെ ഭയം, അകത്തെ ഭയം. അപ്പോൾ പുറത്തുമുണ്ട് ഭയം, അകത്തുമുണ്ട്. പൗലോസ് നേരിട്ടൊരു കാര്യമാണത്. കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ മനസ്സിലാക്കണം, എതിർപ്പുകൾ ധാരാളം ഉണ്ടാകും. എന്തിനാ ഇവർ എതിർപ്പുകൾ കൊണ്ടുവരുന്നത്? നമുക്ക് 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ഈ എതിർപ്പ് എന്തിനാ ഇവർ കൊണ്ടുവരുന്നെന്നുള്ളത്
ഒരു ചെറിയ വാക്കിൽ നെഹമ്യാവ് അത് രേഖപ്പെടുത്തുന്നുണ്ട്. 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ നോക്കിയേ, ഈ എതിർപ്പ് കൊണ്ടുവരുന്നതിന്റെ കാരണം പണി മുടക്കുക. അതാ പ്രധാന ലക്ഷ്യം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കന്നാ, പണി മുടക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്താ? പണി തീരുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവര്. ജസ്റ്റ് ഒന്ന് വന്ന് മുടക്കിയിട്ട് പോകുന്നതല്ല ശത്രുവിന്റെ പക്ഷം എന്ന് പറയുന്നത്. പിന്നെന്താ? മുടക്കുന്നത് വരെ. 6-ാം അധ്യായത്തിലേക്ക് ഒരു മറ്റൊരു കാര്യം നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. 6:9 കുറിച്ചു വെക്കാം. 6:9 വായിക്കുന്നത് എന്താണെന്നറിയാമോ? വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിപ്പിക്കണം. അതാണ് ഈ എതിർപ്പിന്റെ ലക്ഷ്യം. വേല നടക്കരുത്. അപ്പൊ പണി മുടക്കുക, വേല മുടക്കുക, വേല നടക്കാതെ വണ്ണം ഈ ശത്രുക്കൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യും? ഈ ശുശ്രൂഷയുടെ പിന്നാലെ കൂടും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 2 എതിർപ്പുകാരെ നമുക്ക് നോക്കാം. ആദ്യത്തെ എതിർപ്പ് സൻബല്ലത്താണ് കൊണ്ടുവരുന്നത്. സൻബല്ലത്ത് ഇതിനു മുമ്പും എതിർപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ 2-ലും എതിർപ്പ്, 4-ലും എതിർപ്പ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ എതിരാളി മടുത്തു പോകുന്നില്ല, അതാ അർത്ഥം. എതിരാളികൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവർ മടുക്കത്തില്ല. കാരണം അവരുടെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് വളരെ ശക്തിയാണ്. അത് പിശാചിന്റെ ശക്തിയാണ്. അതുകൊണ്ട് അവർ മടുക്കാത്തത്. സൻബല്ലത്ത് 2 തരം എതിർപ്പുകളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. 1-ാമത്തെ എതിർപ്പ് എന്ന് പറയുന്നത് നിന്നയാണ്. 1-ാമത്തെ എതിർപ്പ് നിന്ന. 2-ാമത്തെ എതിർപ്പ് എന്ന് പറയുന്നത് സംഹാരമാണ്. അല്ലെങ്കിൽ നമുക്കതിന് നരഹത്യ എന്ന് പറയാം. അപ്പൊ നിന്നയും നരഹത്യയും ഇത് രണ്ടുമാണ് സൻബല്ലത്തിന്റെ എതിർപ്പുകളായിട്ട് താൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. 1-ാം വാക്യത്തില് വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? യഹൂദന്മാരെ നിന്ദിച്ചു. സൻബല്ലത്തിന്റെ എതിർപ്പിന്റെ ഒരു ശൈലിയാണ്. ഈ ശൈലി സൻബല്ലത്തിന്റെ കാലത്ത് തുടങ്ങിയല്ല. ഇതൊന്ന് പണ്ട് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. നിന്ദിക്കുക. നിന്ദിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 കാര്യങ്ങൾ നിന്ദയിലൂടെ ഉണ്ടാകും. ഒന്ന്, നിന്ദിക്കുമ്പോൾ സംശയം ഉണ്ടാകും. ഉദാഹരണം, ഗോലിയാത്ത് വന്ന് നിന്ദിക്കുകയാണ് അവരെ. ഗോലിയാത്ത് നിന്ദിക്കുമ്പോൾ യഹൂദജനത്തിന് എന്ത് സംഭവിക്കുന്നു? സംശയം ഉണ്ടാവുകയാണ്. അപ്പൊ നമുക്ക് ജയിക്കാൻ സാധിക്കത്തില്ല എന്ന സംശയമാണ് ആരുണ്ടാക്കുന്നത്? ഗോലിയാത്ത് ഇസ്രായേൽ മക്കളിൽ ഉണ്ടാക്കുന്നത്. ഇനി 2, നിന്നയിലൂടെ ഉണ്ടാകുന്ന ഭയമാണ്. ഒറ്റ ഇസ്രായേൽ ജനവും ഗോലിയാത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ഇനി ദാവീദ് ധൈര്യം കൊണ്ട് വരുമ്പോഴും ഈ ഗോലിയാത്ത് എന്ത് ചെയ്യുന്നു? ഗോലിയാത്ത് അവനെ നിന്ദിക്കുകയാണ്. അങ്ങനെ നമ്മൾ വായിക്കുന്നത് 1 ശമൂവേൽ 17-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഗോലിയാത്ത് തൻ്റെ മുമ്പിലേക്ക് വരുന്ന ദാവീദിനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുക. എന്നാൽ ദാവീദ് ഈ നിന്ദയിൽ എന്ത് ചെയ്തില്ല? വീണുപോയില്ല. അവൻ പറയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാലാണ് നിന്റെ അടുക്കലേക്ക് വരുന്നത്. അവൻ നിന്ന ദൈവശക്തിയോടെ കൂടെ പോകുന്ന ആളിന് എന്തല്ല? ഒരു ഭയം അല്ല. ദാവീദിന് അതൊരു ഭയമായിട്ട് തോന്നിയില്ല. ദാവീദിന്റെ പൊക്കവും ഗോലിയാത്തിന്റെ പൊക്കവും, ദാവീദിന്റെ ആരോഗ്യവും ഗോലിയാത്തിന്റെ ആരോഗ്യവും, ഗോലിയാത്തിന്റെ കഴിവുകളും നിപുണതയും ദാവീദിന്റെ കഴിവുകളും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ദാവീദ് ഓടേണ്ട മനുഷ്യനാണ്. പിന്നെ അവിടെ നിൽക്കാനേ പാടില്ല. പോരാഞ്ഞൊരു പ്രായക്കുറവ്, അഭ്യാസക്കുറവ്. എന്നാൽ ദാവീദിന് എന്തുണ്ടായില്ല? ഈ നിന്നയൊന്നും തനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. മുന്നോട്ടാണ് താൻ പോകുന്നത്. അപ്പം നിന്ന പഴയൊരായുധമാണ്. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ പടയാളികൾ എന്താ ചെയ്തത്? നിന്ദിച്ചു. നമ്മളിങ്ങനെ വായിക്കുന്നത് പരിഹസിച്ച് തീർന്നു എന്നാ. പരിഹസിച്ച് എന്ന് പറഞ്ഞാൽ പരിഹസിക്കാൻ പോലും ഇനി എന്തില്ല അവർക്കൊരു വാക്ക്. ഇനി അവർക്ക് ഡിക്ഷണറിയിൽ ഇല്ല.
അതുപോലെ പരിഹസിച്ചു, പറയാനുള്ളതെല്ലാം പറഞ്ഞു. വചനം എന്താ പറയുന്നത്? പരിഹസിച്ച് തീർന്നു. ഇനി അവർക്കൊരു ഭാഷ എടുത്ത്, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി ഒരു ഭാഷ കൊണ്ടുവന്ന്, ഒരു ആരോപണം കൊണ്ടുവന്ന് ഇനി ഒന്ന് പറയാനായിട്ട് ഇനി അവരുടെ പക്കലില്ല, തീർന്നു. അപ്പം നിന്ന എന്ത് ചെയ്യുന്നു? നിന്ന ഒരാളുടെ ധൈര്യം കെടുത്തിക്കളയുന്നു. ഇത് പഴയ ഒരു തന്ത്രമാണ്. അശൂർ രാജാവ് ഇസ്രായേൽ മക്കളെ ഭയപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ്. റബ്ശാഖ എന്ന മനുഷ്യനെ ഇസ്രായേലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കുമോ? നിങ്ങൾ ആരുടെ നേരെയാണ് ഈ രീതിയിൽ എതിർത്ത് നിൽക്കുന്നത്? തുടങ്ങി അവരെ നിന്ദിക്കുന്നുണ്ട്. അപ്പൊ ഈ നിന്ന എന്ന് പറയുന്നത് പഴയ ഒരു രീതിയാണ്. സൻബല്ലത്ത് ആ രീതിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവൻ നിന്ദിക്കുന്നത് എങ്ങനെ? ഒന്നാം വാക്യം നമ്മൾ വായിച്ചു. നിന്ദിച്ചത് മഹാകോപത്തോടും മഹാരോഷത്തോടും കൂടിയാണ് നിന്ദിക്കുന്നത്. അപ്പൊ ഈ നിന്നയുടെ ആ പവർ കൂട്ടുന്നതാണ് മറ്റു രണ്ടെണ്ണം. ഇപ്പൊ നമ്മളൊരാളെ നിന്ദിക്കുന്നത് തന്നെ അദ്ദേഹം തകർന്നു, ഇല്ലേ? തകർന്നു. ഞാൻ പണ്ട് കേട്ടൊരു കഥയാണ്. ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലിരുന്ന് ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുക. അവളുടെ വീട്ടിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുക. അവളുടെ വല്യമ്മയും കൂടെ ഉണ്ട്. അപ്പൊ ഈ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ സ്ക്രീനിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഒരു സൗന്ദര്യവും ഇല്ലാത്തൊരു പെൺകുട്ടി, ഒരു ചേച്ചിയാണല്ലോ അഭിനയിക്കുന്നത്. വല്യമ്മ ഇവളെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നീ കണ്ണാടി നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്? ഒന്ന് പോയി കണ്ണാടി നോക്കടി എന്ന് ആരാ പറഞ്ഞത്? സ്വന്തം വല്യമ്മയാ പറഞ്ഞത്. എന്താ സംഭവിച്ചെന്നറിയാമോ? അത് അവൾക്കൊരു പരിഹാസമായിട്ട് തോന്നി. ആ വാക്ക് കേട്ട് അവൾ ഒരു മുറിയിൽ കയറി കതക് അടച്ചിട്ട് പിന്നെ കതക് തുറന്നില്ല. ദീർഘനേരം കതക് തുറക്കാതിരുന്നപ്പോൾ ഭവനത്തിലുള്ള അപ്പനും അമ്മയൊക്കെ ബലമായിട്ട് കതക് തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു മൂലയ്ക്ക് മുഖം പൊത്തിപ്പിടിച്ച് ആരെയും കാണാനായിട്ട് മനസ്സിൽ കാണിക്കാതെ മൂലയിൽ പമ്മിയിരിക്കുന്ന, ഭയത്തോടിരിക്കുന്ന അവരുടെ മകളെയാണ് കണ്ടത്. അവർ ബലമായിട്ട് കൈ പിടിച്ച് മാറ്റി നോക്കിയപ്പോൾ കണ്ടത് അവളുടെ മുഖം മുഴുവൻ ആന്തി കീറി ചോര വാർന്നൊലിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ഭയന്നുപോയി, ആരെങ്കിലും ഇവളെ ഉപദ്രവിച്ചതാണെന്ന് ഓർത്ത്. അനേക ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം ഒരു സൈക്കാട്രിസ്റ്റ് എഴുതിയതാണ് ഞാൻ ഈ പറയുന്നത്. ആ സൈക്കാട്രിസ്റ്റ് എഴുതിയത് ആ വല്യമ്മയുടെ നിന്ന് ആ പെൺകുട്ടിയെ തകർത്ത് കളഞ്ഞു. അവൾ മുറിയിലേക്ക് കയറി. അവൾക്കറിയാം അവളുടെ സൗന്ദര്യം, പക്ഷേ ആ നിന്ന വാക്ക് സഹിക്കുവാൻ കഴിയാതെ സ്വന്തം മുഖം വലിച്ചു കീറി. ഇനി ഞാൻ ആരുടെയും മുമ്പിൽ വരികയില്ല, ഇനി ഒന്നും കാണുകയില്ല എന്ന് പറഞ്ഞ് ജീവിതം അങ്ങനെ അവസാനിപ്പിക്കാനായിട്ടാണ് അവൾ ശ്രമിച്ചത്. നിന്ദയുടെ ശക്തി ഒന്ന് ഓർത്ത് നോക്കി. സ്വന്തം വല്യമ്മ പറഞ്ഞ ആ നിന്ദയ്ക്ക് മുമ്പിൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല? ഒരു മകൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. അതാണ് നിന്ദയുടെ ശക്തി എന്ന് പറയുന്നത്. സൻബല്ലത്ത് നിന്ദിക്കുക. എങ്ങനെയാണ് നിന്ദിക്കുന്നത്? സൻബല്ലത്ത് കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഇവരെ നിന്ദിക്കുന്നത്. 2-ാം അധ്യായത്തിൽ 2 നിന്ദകൾ കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഇനി അതിലേക്ക് പോകുന്നില്ല. 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ 2 നിന്ന ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ നിന്ദയിലേക്ക് വരാം. 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, ദുർബലന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അതാണ് നിന്ദയുടെ ആദ്യത്തത്. അപ്പൊ അവരെ എന്താണ് വിളിക്കുന്നത്? ദുർബലന്മാർ. നിങ്ങൾ ശക്തിയില്ലാത്തവരാണ്. അതാണ് മാനസികമായി തകർക്കുക എന്ന് പറയുന്നത്. വാക്കുകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട്. ഇപ്പൊ എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറയുകയാണ് എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നു. സൻബല്ലത്ത് ചോദിക്കുകയാണ്, ദുർബലന്മാർ എന്ത് ചെയ്യും? ഇനി അടുത്ത ആ വാക്യത്തിൽ തന്നെ അവർ അവരെ സംരക്ഷിക്കുമോ? നമ്മുടെ പുസ്തകത്തിൽ ഒരല്പം വ്യത്യസ്തമായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ പുസ്തകത്തിൽ അവരെ സമ്മതിക്കുമോ? അങ്ങനെയല്ലേ അത്? 2-ാം വാക്യം, ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? ആ വാക്കിന് ശരിയായ അർത്ഥം ക്യാൻ ദേ ഫോർട്ടിഫൈ ദംസെൽസ് എന്ന് പറഞ്ഞാ അവർ അവരെ സംരക്ഷിക്കുമോ? സമ്മതിപ്പിക്കുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
സൻബല്ലത്ത് ചോദിക്കുകയാണ്, അവരെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുമോ? അപ്പൊ ആദ്യത്തെ ആ പറയുന്നതിനോട് ചേർന്ന് തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? നിങ്ങൾ ദുർബലന്മാരാണ്. 2, നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുമോ? ഇനി മൂന്നാമത്തെ നിന്ന, യാഗം കഴിക്കുമോ? നിങ്ങൾ ഈ പണിയുന്ന ഈ സ്ഥലത്ത് യാഗം കഴിക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ? അടുത്തത്, ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ? ആ 2-ാം വാക്യത്തിലേക്ക് നോക്കണം. ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ? ഇനി അടുത്തത്, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ? ചോദ്യങ്ങളാണ്. നിന്ന അദ്ദേഹം കൊടുക്കുന്ന നിന്നകൾ ഓരോ ചോദ്യങ്ങളാണ്. ശരം പോലെ ഹൃദയത്തിലേക്ക് കിടക്കുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ പതറാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ശക്തിയെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്, അവരുടെ ഉത്സാഹത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, അവരുടെ പണിയെയാണ് ചോദ്യം ചെയ്യുന്നത്. കല്ല് ജീവിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. അപ്പൊ സാധിക്കുകയില്ലാത്ത കാര്യത്തെ വെച്ചുകൊണ്ട് തന്നെ സൻബല്ലത്ത് അവരോട് ചോദിക്കുകയാണ്, ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അതാ നിന്ന എന്ന് പറയുന്നത്. ഒരാളുടെ ആരോഗ്യത്തെ ചോദ്യം ചെയ്യുന്ന, ഒരാളുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്ന, ഒരാളുടെ സാധ്യതകളെ ചോദ്യം ചെയ്യുന്ന നിന്നകൾ ഓരോന്നായി സൻബല്ലത്ത് അങ്ങോട്ട് ചോദിച്ചു. ഇനി ഈ നിന്നയിൽ ആരൊക്കെയാ പങ്കെടുക്കുന്നത്? അദ്ദേഹം തന്നെയല്ല കേട്ടോ. 7-ാം വാക്യം നമുക്ക് നോക്കാം. ആരൊക്കെയാ നിന്നയിൽ പങ്കെടുക്കുന്നത്? യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ. അപ്പൊ ആരൊക്കെ ഉണ്ട് ഈ കൂടെ? സൻബല്ലത്ത് തന്നെയല്ല. സൻബല്ലത്തിന്റെ കൂടെ തോബിയാവുണ്ട്. 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ തോബിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവന്റെ അടുക്കൽ നിന്നിരുന്ന തോബിയാവ്. 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ പഠിച്ചേ? അവന്റെ ദാസനായ തോബിയാവ്. അപ്പൊ തോബിയാവ് ആരാ? തോബിയാവ് ഈ സൻബല്ലത്തിന്റെ ഒരു സഹായിയാ. അപ്പൊ സൻബല്ലത്തിന്റെ കൂടെ എപ്പോഴും തോബിയാവുണ്ട്. അപ്പൊ ഈ നിന്നയുടെ പിന്നിൽ വലിയൊരു ശക്തി തന്നെയുണ്ട്. പിന്നെ അരാബ്യരുണ്ട്, അമ്മോന്യരുണ്ട്, അസ്തോദ്യരുണ്ട്. പിന്നെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടരെയും കൂടെ കാണുന്നത് അവന്റെ സഹോദരന്മാരുണ്ട്. അവന്റെ സഹോദരന്മാർ, പിന്നെ ശമരിയ സൈന്യം. ശമരിയിലെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. അവന്റെ സഹോദരന്മാരും ഉണ്ട്, ശമരിയിലെ സൈന്യമുണ്ട്. അപ്പൊ നോക്കിക്ക്, ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് അധികാരമുള്ള മനുഷ്യന്റെ പിന്നിൽ അനേക ബലശാലികളാണ് നിൽക്കുക. സൻബല്ലത്ത് എന്ന് പറയുന്ന ഒരു അധികാരി. അദ്ദേഹം ഈ നെഹമ്യാവിനെ പോലെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്, നെഹമ്യാവിനെ പോലെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പൊ ഇത്രയും ശക്തമായ ആളിന് ശക്തമായ നിന്ദകൾ കൊണ്ടുവരാം, ജനത്തെ തകർക്കാം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നിന്ന കൊണ്ടുവരുന്ന ഒരു സാധാരണക്കാരല്ല. തകർന്നു പോകുവാൻ ഏതു സമയത്തും കഴിയുന്നതാണ്. അവരുടെ ശക്തിയെയാണ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ദൈവജനം എന്ത് ചെയ്തില്ല? അവര് പതറിയില്ല. അതുകൊണ്ട് അടുത്ത കാര്യം സൻബല്ലത്ത് കൊണ്ടുവരുന്നതാണ്. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? 11-ാമത്തെ വാക്യം, നിന്ദിച്ചു, നടന്നില്ല. അപ്പോൾ സൻബല്ലത്ത് കൊണ്ടുവരുന്ന അടുത്ത പദ്ധതി 11-ാം വാക്യം വായിക്കാം. ആ 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നിന്ദിച്ചു, നിന്നെ അങ്ങോട്ട് വലിച്ചില്ല. അപ്പൊ അവര് 11-ാം അധ്യായത്തിൽ പറയുകയാണ്, നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊല്ലുക. നിന്ന കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താ? അവരെ കൊല്ലുക എന്നുള്ള ഒരു പദ്ധതിയിലേക്കാണ് സൻബല്ലത്ത് കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്. ഇന്നും ദൈവമക്കൾക്കെതിരായിട്ടുണ്ടാകുന്നതും ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ്. അവരെ കൊന്ന്, അവിടുത്തെ ആ പ്രയോഗങ്ങൾ നോക്കി, അവരെ കൊന്ന് പണി മുടക്കുക, അവർ ഒന്നും അറിയുകയും കാണുകയും. അവ എത്ര
തന്ത്രപരമായ നീക്കമാണ് സൻബല്ലത്ത് ചെയ്യുന്നത്. അവരറിയാതെ അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊന്നുകളയുക. അവരറിയാതെ അവരുടെ ഇടയിൽ കടന്ന് ഇന്ന് പല സംസ്ഥാനങ്ങളിലും, ഒരുപക്ഷെ കേരളത്തിൽ കാണും, നമ്മളെ തകർത്ത് കളയുന്നതിന് നമ്മുടെ ഇടയിൽ വന്നു കയറുന്ന ആളുകളുണ്ട്. ഞാനിവിടെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. ആസാമിൽ ഞാനിരിക്കുന്ന സമയത്ത് അവിടെ ഒരു 18 വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒരു ഉപ്പാപ്പൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് വന്ന് കൂടി. അവർ ബ്രദറൻ സുശേഷ വേല അല്ല ചെയ്യുന്നത്. അവിടെ ഒരു 18 വയസ്സുള്ള ഒരു ബ്രാഹ്മൺ ചെറുപ്പക്കാരൻ അവരുടെ ഇടയിൽ വന്ന് അവൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടി പറയുന്നു. രക്ഷയെക്കുറിച്ച് ചോദിക്കുന്നു, സ്നാനത്തെക്കുറിച്ച് ചോദിക്കുന്നു, ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നു, സുശേഷ വേലയെക്കുറിച്ച് ചോദിക്കുന്നു. അനേക ചോദ്യങ്ങൾ ഇവൻ ഓരോന്നോരോന്നായി ചോദിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്, 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഈസ് മോർ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞു. എന്നോട് അങ്ങനെ പറഞ്ഞ എന്നെ പരിചയപ്പെടുത്തി, മോനൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പറഞ്ഞു ശരി തന്നെ, ഇവൻ ഭയങ്കര ബുദ്ധിശാലിയാ. ഞാൻ പറയുന്നതിന് മുമ്പ് ഇവന് കാര്യങ്ങൾ അറിയാം. ഒരു കണക്കിന് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. പിന്നീട് ഒരിക്കൽ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങളിപ്പോൾ രാജസ്ഥാനിലാണ്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ രാജസ്ഥാനിൽ അന്ന് മോൻ അവിടെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂടെ വന്നില്ലേ, എല്ലാ ഞായറാഴ്ചയും വരും. നമ്മുടെ കൂടെ വന്നത് ആത്മാർത്ഥതയോടുകൂടെ ദൈവവചനം പഠിക്കാൻ വന്നൊരു ചെറുപ്പക്കാരനല്ലായിരുന്നു. അവിടുത്തെ RSSന്റെയും BJPയുടെയും കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞയച്ച, പരിശീലനം ലഭിച്ച, നമ്മളെ കൊടുക്കുന്നതിനും കൊന്നുകളയുന്നതിനുമായിട്ട് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരൻ. എന്നാൽ ദൈവം പ്രവർത്തിച്ചത് ഞാൻ പറയാം. ആ ചെറുപ്പക്കാരൻ വന്നു, അവന്റെ ടാർഗറ്റ് പൂർത്തീകരിക്കുന്ന ദിവസം അവൻ അവിടെ നിന്ന സമയങ്ങളൊക്കെ ഈ സഹോദരനുമായിട്ടുള്ള ജീവിതവും ഇടപെടലും ഒക്കെ അദ്ദേഹത്തെ സാരമായി മാറ്റിക്കളഞ്ഞു. ഒരുപക്ഷെ ഇവിടെ ഒരിക്കൽ നിങ്ങളുടെ സഭയിലെ ഭവന കഴിഞ്ഞ ദിവസം നടന്ന ഹൗസ് വാമിന് പാടാൻ വന്ന ഹാംലെറ്റ് ബ്രദറിന്റെ അനിയനാണ് ഞാനീ പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ ഇടപെടലും മുഖാന്തരം ഈ ചെറുപ്പക്കാരിൽ മാറ്റമുണ്ടായി, വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം ഒടുക്കം പിരിയുന്ന സമയം, അടുത്ത നിമിഷം അദ്ദേഹം ചെയ്യുന്നത് ലൊക്കേഷൻ അവന്റെ ടീമിനെ കാണിച്ചു കൊടുക്കും. ആ ലൊക്കേഷൻ അനുസരിച്ച് കൃത്യം 2ാമത്തെ ദിവസം, അവൻ അവിടെ നിന്ന് മാറിയ കൃത്യം 2ാമത്തെ ദിവസം ഈ സുവിശേഷ പ്രവർത്തകനെ സാംലെറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊന്നുകളയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ആ പിരിയുന്ന ദിവസം ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയും, സാറേ, ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് പഠിക്കാൻ വന്ന ആളല്ല, ഞാൻ നിങ്ങളെ പഠിക്കാനും നിങ്ങളുടെ രീതികൾ അറിയാനും ഒടുവിൽ നിങ്ങളെ കൊന്നുകളയാനും വന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷങ്ങളും എൻ്റെ ജീവിതത്തിൽ സാരമായ വ്യത്യാസങ്ങൾ വരുത്തി. ഞാനൊരു കാര്യം മനസ്സിലാക്കി, ദ ഗോഡ് ഹോം യു ബിലീവ് ഈസ് ദ റൈറ്റ് വൺ. ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ആളുകൾ ഇവിടെ വരും. ഇവിടെ വന്ന് നിങ്ങളെ സമൂലം നശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആളുകളുടെ ടാർഗറ്റ്. ഒരു കാര്യം എനിക്ക് ഷുവറാണ്, ഞാൻ നിങ്ങളെ രക്ഷിച്ചാൽ അവരെന്നെ കൊല്ലും. പക്ഷേ എനിക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് മാറണം. അതിനുശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം വന്നാൽ മതി. അന്ന് രാത്രിയിൽ അവർ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി രാജസ്ഥാനിലേക്ക് പോയി. ഒരു 3 മാസം കഴിഞ്ഞ് അവർ മടങ്ങി വന്നു. ഇന്നും അവരവിടെ പ്രവർത്തിക്കുന്നു. ആ ചെറുപ്പക്കാരൻ എവിടെ, എങ്ങനെ എന്ന് ഒരറിയുമില്ല. പിശാചിന്റെ തന്ത്രം നോക്കിക്കേ. നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരാളിനെ പോലെ, അന്വേഷകനെ പോലെ, ആത്മാർത്ഥതയുള്ളൊരു വിശ്വാസിയെ പോലെ, അറിയണമെന്നുള്ള താല്പര്യത്തോടെ ബൈബിൾ ക്ലാസ്സിന് വരുന്നു, എല്ലാ ഞായറാഴ്ചയിലെ മീറ്റിങ്ങുകൾക്ക് കടന്നു വരുന്നു. പക്ഷെ പിശാചായിരുന്നു അവനെ നടത്തിയത് എന്നുള്ളത് പിന്നീട് വളരെ അവൻ പറഞ്ഞതുകൊണ്ട് മാത്രം അറിഞ്ഞൊരു വിഷയമാണ്. സൻബല്ലത്ത് കൊണ്ടുവരുന്ന ആ രീതി നോക്കിക്കേ. നിന്ദിച്ചു, പക്ഷെ നിന്ന സഹിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? കൊന്നുകളയാൻ തീരുമാനിച്ചു. അതാണ് സൻബല്ലത്തിന്റെ മാതൃക എന്ന് പറയുന്നത്. ഇനി കൊന്നുകളയുന്നതിന് വേണ്ടി ചില മാർഗങ്ങൾ പിന്നെ അവിടെ ഉണ്ട്. ഒന്നെന്താ? അവരറിയുകയോ കാണുകയോ ചെയ്യരുത്. കൊല്ലാൻ പദ്ധതി ഇടുമ്പോൾ എന്താ അവിടെ നമ്മൾ വായിക്കുന്ന 11ാം വാക്യത്തിൽ?
അവരറിയുകയും കാണുകയും ചെയ്യരുത്. അതാണ് അവരുടെ തന്ത്രം. ഇനി മറ്റൊന്ന്, ആ 11-ാം വാക്യം, അവരുടെ ഇടയിൽ കിടന്നാ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ വായിക്കുന്നില്ലേ? നാം അവരുടെ ഇടയിൽ ചെന്ന്. അപ്പൊ ഇവിടെ ഈ പ്രവർത്തനം എവിടെ നടക്കുന്നത്? അവരുടെ ക്യാമ്പിലാണ് നടക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ക്യാമ്പിൽ കടന്നു വന്ന് അവരറിയാതെ അവരെ എന്ത് ചെയ്യുക? കൊന്നുകളയുക. 8-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അവരെ കൊന്നുകളയുക എന്നുള്ളതാണ്. കൊന്നുകളയുക മാത്രമല്ല, 8-ാം വാക്യം നമ്മൾ വായിക്കുന്നത് അവരുടെ ഇടയിൽ കലക്കം വരുത്തുക. അപ്പൊ പദ്ധതികളുടെ ആ ഒരു വലിയ നിര തന്നെ ഒന്ന് നോക്കിയേ. അവരെ കലക്കിക്കളയുക, അവരെ കൊന്നുകളയുക. ഇതാണ് ആരുടെ പദ്ധതി? സൻബല്ലത്തിന്റെ പദ്ധതി. അപ്പൊ ഒന്നാമത്തെ പദ്ധതി എന്താണ്? നിന്ദ. 2, സംഹാരം. ഇനി അടുത്ത എതിർപ്പ് തോബിയാവിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. കുറുക്കൻ. അടുത്ത എതിർപ്പ് കൊണ്ടുവരുന്നത് തോബിയാവ് എന്ന മനുഷ്യനാണ്. അദ്ദേഹം കൊണ്ടുവരുന്നത് നിന്ന തന്നെയാണ്, അല്ലേ? അദ്ദേഹം പറയുന്നത് എന്താ? ഒരു കുറുക്കൻ കയറിയാലും നിങ്ങൾ പണിയുന്നത്, അവര് പണിയുന്ന കല്ല് ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലുള്ള ചെറിയ കല്ലിട്ടല്ല അവർ പണിയുന്നത്. വലിയ ഭാരമുള്ള ആന പോലുള്ള വലിയ മൃഗങ്ങളെ കൊണ്ടുവന്ന് വലിച്ച് ആണ് ഈ പല കല്ലുകൾ ഇതിന് മേളിൽ കയറ്റി വെക്കുന്നത്. നമ്മുടെ ഇവിടെ ചെയ്യുന്നത് പോലെ ഈ കൊച്ചു കല്ലുകൾ കൊണ്ടാണ് പണിയുന്നെങ്കിൽ കുറുക്കൻ കയറിയാൽ, പൂച്ച കയറിയാലും എന്ത് ചെയ്യാം? പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവര് പണിയുന്ന കല്ലുകൾ വളരെ ഭാരമുള്ള കല്ലുകളാണ്. അതെങ്ങനെ ഒരു കുറുക്കൻ കയറിയാൽ പോകും? ഒരു കുറുക്കനല്ല, 1000 കുറുക്കൻ കയറിയാലും പോകുകയല്ലാത്ത കല്ലുകളാണ്. പക്ഷെ ആ തോബിയാവിന്റെ ആ സംസാരം ഒന്ന് നോക്കിക്കേ. തോബിയാവ് പറയുകയാണ്, ഒരു കുറുക്കൻ കയറിയാലും അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും. അതാ നിന്ന. ഞാൻ മുമ്പേ പറഞ്ഞു, അല്ലെ 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്, ഈ തോബിയാവ് ആരാന്നാ വായിക്കുന്നത് അവിടെ? സൻബല്ലത്തിന്റെ അടുക്കൽ നിന്നവനാ. ഈ കൂടെ നിൽക്കുന്നവന്മാർക്കൊക്കെ ഇങ്ങനത്തെ ആശയങ്ങളെ കിട്ടത്തുള്ളൂ, അല്ലേ? കൂടെ നിൽക്കുന്നവർക്ക് ഈ ആശയങ്ങളൊക്കെ കിട്ടും. ഒരാളെ നമ്മൾ ഗുരുവായിട്ട് കാണാം. ഈ ഗുരുവിൻ്റെ ആശയം ആർക്കുള്ളത്? ഈ ശിഷ്യനും ഉള്ളത്. അതുകൊണ്ട് അവർ രണ്ടും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യും. അവൻ നിസാരമാക്കി കാണുകയാണ്. നമ്മുടെ കർത്താവും ഈ കുറുക്കൻ പ്രയോഗം ചെയ്യുന്നുണ്ട്, ഇല്ലേ? ചെയ്യുന്നുണ്ട്. ഹേരോദാവിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയാൻ ആര് പറയുന്നുണ്ട്? കർത്താവും പറയുന്നത്. എന്താ അതിൻ്റെ ആശയം? ചെറുതാക്കി കാണിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ചെറുതാക്കി കാണിക്കുക. അത് തോബിയാവ് ചെയ്തത് ആരാണ്? ഇവർ വലിയ ആളുകളൊന്നുമല്ല. ഒരു വലിയ കല്ലൊക്കെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിലും ഈ കല്ലിനൊന്നും ബലമൊന്നുമില്ല. ആ കല്ല് ഏറ്റവും നിസ്സാരമായ ഒരു കുറുക്കൻ കയറിയാലും, ഇനി ഒരു കാട്ടുപോത്ത് കയറിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കും വിശ്വസിക്കാമായിരുന്നു. കാരണം കാട്ടുപോത്തിന് കുറച്ചെങ്കിലും ഒരു വെയിറ്റ് ഉണ്ട്. ഇതൊരു കുറുക്കനെയാണ് അവർ പറയുന്നത്. ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ജീവിയാണ്. അപ്പൊ നമുക്കിനി ചിന്തിക്കാനുള്ളത്, എന്തിനാണ് ദൈവം ഇങ്ങനെയുള്ള എതിർപ്പുകൾ അനുവദിക്കുന്നത്? ദൈവമക്കളെ അവിടുന്ന് അയച്ചത് ദൈവമാണ്. നെഹമ്യാവിനെ ഏർപ്പെടുത്തി കാര്യങ്ങളെല്ലാം അനുവദിച്ച് വിട്ടത് ദൈവമാണ്. എന്തിനാ പിന്നെ ഇങ്ങനെ എതിർപ്പുകൾ ദൈവം നൽകിയത്? 2 ഉദാഹരണം നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഈ എതിർപ്പുകൾ എന്തിനാ ദൈവം കൊണ്ടുവരുന്നത്? ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും, ഇസ്രായേൽ ദേശത്തെ എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. ഞാൻ ഇസ്രായേലിന് എന്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എന്റെ ജനങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ ഇസ്രായേൽ ദേശത്ത് പുറപ്പെടുവിക്കും. അങ്ങനെ ഞാൻ എന്റെ കൈ ഇസ്രായേലിന് നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് ഇസ്രായേലിനെ അറിയും. മതി. അവിടെ എന്തിനാ ദൈവം ഈ എതിർപ്പുകളെല്ലാം കൊണ്ടുവന്നത്? ഈ പ്രതിസന്ധികൾ കൊണ്ടുവന്ന എന്തിനാ? 5-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രൈമ്യർ അറിയും. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം.
ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുകൾ ദൈവം മിസ്രൈമിൽ അവർക്ക് കൊണ്ടുവന്നത് എന്തിനാ ഉദ്ദേശം? യഹോവ ആര് എന്ന് ആരറിയണം? ഈ മിസ്രൈം ജനം അറിയണം. അപ്പൊ ഈ പ്രതിസന്ധികൾ ദൈവമക്കൾക്കും അല്ലാത്തവർക്കും കൊണ്ടുവരുന്നതിന് പിന്നിലെ ഉദ്ദേശം അതാ. ഇനി നിങ്ങൾക്കറിയാമോ, മിസ്രൈം ദേശത്തുണ്ടായ 10 ബാധകൾ അവരുടെ 10 ദൈവവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബാധകളായിരുന്നു. ഓരോ ബാധയും അവർക്കുണ്ടായ ദൈവവിശ്വാസങ്ങൾക്കെതിരായ ബാധകളാണ്. അവർ വിശ്വസിച്ച തവളയെ പുറപ്പെടുവിക്കുന്ന അവരുടെ ദൈവം എന്നാണ്. അവർ വിശ്വസിക്കുന്നത് ജീവജാലങ്ങൾ, അവരുടെ ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്നത്. അവർ വിശ്വസിച്ചത് ഈ ഇടിമിന്നലും ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ ദൈവം, അതിനെല്ലാം അവർ ദൈവത്തിന് പേരിട്ട് അതിനെ ആരാധിച്ചവരാണ്. ഈ ബാധകൾ ഒന്നായി മിസ്രൈമിൽ അടിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും ആരല്ല നിയന്ത്രിക്കുന്നത്, അവർ വിശ്വസിക്കുന്ന ദൈവമല്ല, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് വിശ്വസിക്കുന്നത് ഇത് നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് വരെ, പൂർണ്ണമായി മനസ്സിലാകുന്നത് വരെ ദൈവം എന്ത് ചെയ്തു? ആ ബാധകൾ അയച്ചുകൊണ്ടേയിരുന്നു. 10 ബാധയും കൊടുത്തു. 10ാമത്തെ ഇവരെ വിട്ടു. മിസ്രൈം ജനം വിശ്വസിച്ചെന്ന് തോന്നുന്നുണ്ടോ? മിസ്രൈമർ വിശ്വസിച്ചു, ഇതാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ അവർ പുറകെ വരികയില്ലായിരുന്നു. നൈലിന്റെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ നൈൽ നദിയിലോട്ട് ചെങ്കടലിലോട്ട് എടുത്ത് ചാടിയത്. ചെങ്കടൽ തിരികെ വന്ന് പൂർണ്ണ അവസ്ഥയിലെത്തിയപ്പോൾ എല്ലാവരും മുങ്ങിച്ചത്തു. അവർക്ക് അപ്പോൾ കാര്യം മനസ്സിലായി, ഇപ്പോൾ ആരാണ് ദൈവം? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ദൈവം. ഫറവോൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, യഹോവ ആര്? അല്ലേ, അങ്ങനെ ചോദിക്കുന്നില്ല. യഹോവ ആര്? ഞാൻ എൻ്റെ ഈ ജനത്തെല്ലാം വിധിക്കാൻ യഹോവയായിരിക്കും ദൈവം ആര്? അത് അവരുടെ വിശ്വാസത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹോവ ആര്? അത് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ നാനാ ദൈവങ്ങളുണ്ട്, അവനെയൊക്കെ ഞങ്ങൾക്കറിയാം. യഹോവ ഞങ്ങൾക്കറിയത്തില്ല. അത് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ദൈവമാണെന്ന് ഞങ്ങൾക്കൊരു അറിവുണ്ട്. ആ ദൈവം എനിക്കും തമ്മിൽ എന്ത് ബന്ധം? ആ ദൈവവും ഞങ്ങളുടെ രാജ്യവും തമ്മിൽ എന്ത് ബന്ധം? അതുകൊണ്ടാണ് താൻ വിടാതിരുന്നത്. എന്നാൽ പറയുകയാണ്, 5ാം വാക്യം നമ്മൾ വായിക്കുന്ന, ഞാൻ യഹോവ എന്ന് മിസ്രൈമ്യർ അറിയും. ഇനി ദൈവജനത്തിന് ദൈവം എന്തിനാ പ്രതിസന്ധികൾ കൊണ്ടുവരുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ കർത്താവ് പറയാണ്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയാവോ? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുന്നു. എന്തിനാ ദൈവമക്കൾക്ക് ഈ പ്രതിസന്ധികൾ കൊണ്ടുവരുന്നത്? എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കും, നിങ്ങളെ നിന്ദിക്കും, നിങ്ങളെ കൊല്ലുവാൻ പദ്ധതി കൂട്ടും, നിങ്ങൾക്കെതിരായിട്ട് സകല കാര്യങ്ങളും ഉണ്ടാകും. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? ഇതൊക്കെ സഹിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കണം. എന്താ ഭാഗ്യാവസ്ഥ? ഈ ഭൂമിയിൽ നമ്മുടെ ജീവൻ പോകുന്നതാണോ ഭാഗ്യം? അതല്ല. കർത്താവ് പറയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം അത് വലിയതാണ്. അതിൻ്റെ അളവ് നമുക്ക് ഇവിടെ ഇരുന്ന് ഗണിക്കുവാൻ കഴിയുകയില്ല. അതിൻ്റെ അളവ് നമുക്ക് നിശ്ചയിക്കുവാൻ കഴിയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തമാണ്, എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കുന്നതെങ്കിൽ ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും? പ്രതിഫലം തരും. അതാണ് എതിർപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് 3ാമത്തെ എതിർപ്പ് നോക്കാം. ഞാൻ പറഞ്ഞു, അകത്ത് നിന്നുള്ളവരുടെ എതിർപ്പുകൾ. 4-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ അതിൽ പണിവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. 10-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാ? എന്നാൽ യഹൂദ്യർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണേണ്ടത് വെളിയിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ വരികയാണ്. ഇവരെ കൊന്നു കളയാൻ വരെ പദ്ധതികൾ കൂട്ടുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ എന്നാണ് എന്നാൽ എന്ന വാക്കിന്റെ അർത്ഥം. ഇതിന്റെ മധ്യത്തിൽ, മീൻ വൈൽ, ഇതിന്റെ മധ്യത്തിൽ. ഏതിന്റെ മധ്യത്തിൽ? ഈ എതിർപ്പുകൾ വെളിയിൽ നിന്ന് വരുന്നതിന്റെ മധ്യത്തിൽ അകത്ത് എന്ത് സംഭവിക്കുന്നു? അകത്ത് നിന്ന് നിരാശകളും തടസ്സങ്ങളും എതിർപ്പുകളും ഉണ്ടാകുകയാണ്. നമ്മൾ അങ്ങനെ വായിക്കുന്നത് എന്താ? എന്നാൽ യഹൂദ്യർ എന്ത് ചെയ്യുന്നു? യഹൂദ്യർ അവർ പറയുകയാണ്, 10-ാം വാക്യം അവസാനിക്കുന്ന എന്നാ? ആകയാൽ മതിൽ പണിവാൻ നമുക്ക്.
ഇതാണ് അകത്തു നിന്നുള്ള എതിർപ്പെന്ന് പറയുന്നത്. അകത്തു നിന്നുള്ള എതിർപ്പുകൾ ഏറ്റവും കൂടുതൽ ദൈവജനത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. യോശുവ ഒറ്റുകാരായിട്ട് ആളുകളെ അങ്ങോട്ട് അയച്ചു. അവർ മടങ്ങി വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്, അങ്ങോട്ട് പോകേണ്ട ആവശ്യം, അങ്ങോട്ട് നമുക്ക് പോകണ്ട. യോശുവ ചോദിക്കുന്നു, എന്താ കാര്യം? അവരെന്നാ പറഞ്ഞേ? അതെ, നമ്മൾ അവരുടെ മുമ്പിൽ ആരെ പോലെയാ? നമ്മൾ അവരുടെ മുമ്പിൽ വെട്ടുക്കിളിയെ പോലെയാണ്, ചാടി നടക്കുന്ന പുൽച്ചാടിയെ പോലെയുള്ളൂ നമ്മൾ. ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്ന പുൽച്ചാടി, ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിട്ടില്, ആ കമ്പാരിസൺ നോക്കിക്കേ. ഒരു മനുഷ്യനും ഒരു പുൽച്ചാടിയും എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു വിരല് നമുക്ക് ഞൊടിച്ചാൽ ഈ പുൽച്ചാടിയെ കൊന്നുകളയാം. അപ്പൊ അവരുടെ കമ്പാരിസൺ അവർ പറയുകയാണ്, നമ്മൾ അത്രേ അവരുടെ മുമ്പിൽ ഉള്ളൂ. അതാണ് അകത്തു നിന്നുള്ള നിരാശകൾ എന്ന് പറയുന്നത്. അതിന്റെ ശക്തി കൂടുതലാണ്. ഇങ്ങനെ കേട്ടാൽ ആരെങ്കിലും യുദ്ധത്തിന് പോവോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ പോയിട്ട് വന്നവരാ. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ആര് പോവും? നമ്മൾ ആ ക്യാമ്പിലുണ്ട്, നമ്മൾ പോവോ? നമ്മൾ എന്നാ പറയൂ? ഇങ്ങനെയാണെങ്കിൽ വിട്ടിലിനത്ര നമ്മളുള്ളെങ്കിൽ ഈ യുദ്ധത്തിന് ഞങ്ങൾ ഇല്ല. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പറയുന്നത് എന്തൊക്കെയാ? ഇവിടെ കൊണ്ടുവരുന്ന ആ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? 10-ാം വാക്യത്തിൽ പറയുന്നത്, ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താ പറയുന്നത്? പണിയാനായിട്ട് നമുക്ക് കഴിയില്ല. കാരണം എന്നാ? ചുമടെടുക്കുന്ന ആളുകൾക്ക് ആരോഗ്യമില്ല. പിന്നെ അടുത്തത്, കല്ലും മണ്ണും ധാരാളം കിടക്കുന്നു. ഇതകത്തു നിന്നുള്ള എതിർപ്പുകൾ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും നമ്മുടെ ആളുകൾ തന്നെ. നമ്മുടെ ആളുകൾ കൊണ്ടുവരുന്ന ആ എതിർപ്പുകൾ, ഇതിനുള്ള പണമുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ എന്ത് സംഭവിക്കും? ഇതിനൊക്കെ ഉള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ? ഒരു മീറ്റിംഗ് നടത്തണം ആഗ്രഹിച്ചു. അപ്പോൾ ഒരാൾ പറയാണ്, ഇതിനിവിടുന്ന പണം? ഒരു ക്യാമ്പ് നടത്താം, ഇതിന് ലീഡേഴ്സ് ഉണ്ടോ? ഇതിനകത്ത് ഇതിനാവശ്യമായ പണം നമ്മുടെ കയ്യിലുണ്ടോ? ക്യാപിറ്റൽ ഉണ്ടോ? ഇത് മുന്നോട്ട് പോകുമോ? തുടങ്ങിയ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ആര് കൊണ്ടുവരും? നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകൾ കൊണ്ടുവരും. നെഹമ്യാവിന്റെ കൂടെയുള്ള ആളുകൾ, അവരെ നമ്മൾ വായിച്ച യഹൂദന്മാരായ ആളുകൾ, അവരിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. 3-ാം അധ്യായത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? 40ഓളം പണികളാണ് നടക്കുന്നത്, അല്ലേ? ഒരാൾക്ക് അപ്പുറം അടുത്ത ആള്. അപ്പം അവര് ഇടമുറിയാതെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പറയുന്നത്, ചുമട്ടുകാർക്ക് എന്തില്ല? ചുമട്ടുകാർക്ക് ആരോഗ്യമില്ല, കല്ലും മണ്ണും ധാരാളം കിടക്കുന്നു. എത്രയെത്ര വാതിലുകളുടെ അറ്റകുറ്റപ്പണിയാണ് അവർ തീർത്തത്, എത്രയെത്ര മതിലുകളുടെ അറ്റകുറ്റപ്പണിയാണ് അവർ തീർത്തത്, എത്രയെത്ര കാര്യങ്ങൾ അവർക്ക് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നു. 3-ാം അധ്യായം അവസാനിച്ചത് തുടങ്ങിയെടുത്ത് പണി അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ 3-ാം അധ്യായം അവസാനിപ്പിച്ചത്. അപ്പൊ ഇവിടെ പറയുകയാണ്, പണി ഇനിയും ഉണ്ട്, നമ്മുടെ ആളുകൾക്ക് ആരോഗ്യവുമില്ല. ഇനി 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായം 6-ാം വാക്യം. ഇവരിത് പറയുമ്പോൾ ആ ജനത്തിന്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് നോക്കാം. 6-ാം വാക്യം. ഇവര് നിരാശയുടെ വാക്കുകൾ കൊണ്ടുവരുമ്പോൾ അവിടെ എന്താ ദൈവത്തിന് എഴുതിയിരിക്കുന്നത്? ജനത്തിന് എന്തുണ്ടെന്നാ വായിക്കുന്നത്? ജനത്തിന്. ഇവര് ആളുകളോടൊപ്പം ചോദിച്ചോ? ഈ നിരാശപ്പെടുത്തുന്ന ആളുകളോട് ചോദിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വെക്കുവോ? ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് ജനമെല്ലാം ഉത്സാഹിച്ചാണ് നിൽക്കുന്നത്. നെഹമ്യാവിന്റെ മുമ്പിൽ പറ, ഞങ്ങൾ ചെയ്യാം. എന്താ പറ, ഞങ്ങൾ ചെയ്യാം. എവിടെയാ ചെയ്യേണ്ടത്? ഞങ്ങൾ ചെയ്യാം. നമ്മൾ 3-ാം അധ്യായത്തിൽ കണ്ടു, ചില ആളുകൾ ഒരറ്റം വരെ ചെയ്തിട്ട് ചില ആളുകളുടെ കൂടെ പോയി മറ്റൊരു ജോലി കൂടെ ചെയ്തു. അങ്ങനെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നു, വീടിന്റെ മുൻവശം തീർക്കുന്നു, മറ്റുള്ള ആളുകളുടെ കൂടെ ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും ഇങ്ങനെ വായിച്ചായിരുന്നല്ലോ, ഒരു പിതാവിന്റെ കൂടെ അവരുടെ പുത്രിമാരും. അപ്പം പെൺമക്കളെന്നില്ല, ആൺമക്കളെന്നില്ല, പുരോഹിതന്മാരെന്നില്ല, മഹാപുരോഹിതനെന്നില്ല, എല്ലാ ആളുകളും ഉത്സാഹത്തോടുകൂടാ പണിയുന്നത്. അപ്പം ചില ആളുകൾ വന്നിട്ട് പറയുന്നു, ശ്രദ്ധിച്ചു നോക്കിയേ, ജനത്തിന് വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യുമ്പോൾ അതിനിടയിൽ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞതാണ്, എന്ത്? ഇവിടെ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിവില്ല. ഇതാണ് അകത്തു നിന്നുള്ള
ആ നിരാശകൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 26 വാക്യം, മനുഷ്യനാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സാധ്യം. അതാണ് പ്രിൻസിപ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനെ സംബന്ധിച്ചോളം പലതും അസാധ്യമായിട്ട് തോന്നും. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഒന്നും ദൈവത്തിന് അസാധ്യമായിട്ടിരിക്കുന്നില്ല. അത് 100 വയസ്സായാലും 100 വർഷമായാലും 70 വർഷം കഴിഞ്ഞാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അതാണ് നാം മനസ്സിലാക്കേണ്ട ആത്മീയ തത്വം എന്ന് പറയുന്നത്. ദൈവമുമ്പാകെ എന്തില്ല? ഒരസാധ്യങ്ങളും ദൈവത്തിനില്ല. നമുക്ക് പരിമിതിയുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അസാധ്യങ്ങൾ കൂടുതൽ വരുന്നത്. ദൈവം പരിമിതിക്കുള്ളിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒരു അസാധ്യങ്ങളും ഇല്ല. ഈ അസാധ്യങ്ങളെല്ലാം നമുക്കാവുള്ളൂ. നമ്മൾ നോക്കുന്നതും കാണുന്നതും എല്ലാം എന്താ? അസാധ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് കഴിയുമോ, ഞങ്ങളെ കൊണ്ട് കഴിയുമോ തുടങ്ങിയ അനേക അസാധ്യങ്ങളാണ് നമ്മൾക്ക് മുമ്പിലുള്ളത്. ഈ അസാധ്യങ്ങൾ ഒരു വളരെ ശതമാനം നമ്മളെ പിറകോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ആ കൂടെ ഇങ്ങനെയുള്ള ചില സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, മനസ്സിലാക്കേണ്ടത് പൗലോസ് പറഞ്ഞതാണ് ശരിയായ ഉത്തരം. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നു 4 അധ്യായം 13 വാക്യം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. അതാണ് പൗലോസിന്റെ വാക്ക്. സാമ്പത്തികമായ വിഷയത്തോടനുബന്ധിച്ച് അവിടെ പറയുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാമ്പത്തിക വിഷയത്തോടനുബന്ധിച്ചാണ്. പട്ടിണിയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എങ്ങനെ ജീവിക്കാനും എനിക്കറിയാം, ഞാനത് പരിശീലിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ഭാഗത്ത് പൗലോസ് എന്നാ പറയുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും എന്തല്ല, അസാധ്യം അല്ല. എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെയുള്ളത് കൊണ്ട്, എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് പൗലോസ് പറയാണ് എനിക്കൊന്നും അസാധ്യമായിട്ടിരിക്കുന്നില്ല. ഈ വാക്യം എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ പല കാര്യങ്ങളിലും കൂട്ടുപിടിക്കാറുണ്ട്. അതിനുവേണ്ടിയുള്ള വാക്യം അല്ലിത്. അതിനുവേണ്ടിയുള്ള വാക്യമല്ല ഇത്. ഇത് സുവിശേഷ വേലയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള കഴിവിനെ കുറിച്ചാണ് അത് പറയുന്നത്. പൗലോസിനെ സംബന്ധിച്ചുള്ള എല്ലാം എതിരായിരുന്നു എങ്കിലും പട്ടിണി വരുമ്പോൾ എന്ത് ചെയ്യും? പട്ടിണി വരുമ്പോൾ പൗലോസ് എന്ത് ചെയ്യും? പട്ടിണിയിലിരിക്കും. അതാ കഴിവെന്ന് പറയുന്നത്. എനിക്ക് പട്ടിണി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പട്ടിണി ഇരിക്കുവാൻ എനിക്കറിയാം. ഐ ക്യാൻ ഡു. എനിക്ക് ആ പട്ടിണിയിലൂടെ കടന്നു പോകാൻ സാധിക്കും. എന്തുകൊണ്ട്? എനിക്ക് പട്ടിണിയിൽ ശക്തി തരുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെയുള്ള സഹോദരന്മാർക്ക് ഭക്ഷണമില്ലാത്ത സമയങ്ങളുണ്ട്. അങ്ങനെയുള്ള സഹോദരന്മാർക്ക് ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കും. എങ്ങനെ? ശക്തനാക്കുന്ന ഒരുവൻ പുറകിലുണ്ട്. ഭക്ഷണമോ പാനീയമോ അല്ല ദൈവരാജ്യമെന്ന് പൗലോസിന് അറിയാമായിരുന്നു. പൗലോസ് പറയാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ജീവിച്ചു. നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. കാരണം ശക്തനാക്കുന്ന ഒരുവൻ, ബലപ്പെടുത്തുന്ന ഒരുവൻ പിന്നിൽ സഹായമായിട്ടുണ്ടെങ്കിൽ പിന്നൊന്നും അസാധ്യമായിട്ട് വരികയില്ല. അതാണ് പൗലോസ് പറഞ്ഞ ആശയം എന്ന് പറഞ്ഞത്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. പുരോഗമിക്കുന്ന പണികൾ. അപ്പം 3 തരത്തിലുള്ള എതിർപ്പുകളാണ് നമ്മൾ കണ്ടത്. വളരെ പെട്ടെന്ന് ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോയി നമുക്ക് അടുത്ത കാര്യം നോക്കാം. 4 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 10, 11 വാക്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതുകൊണ്ട് 4 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് പണികൾ പുരോഗമിക്കുകയാണ്. എത്ര എതിർപ്പുകൾ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. ആ എതിർപ്പുകളുടെ മധ്യത്തിൽ പണികൾ പുരോഗമിക്കുകയാണ്, തടസ്സപ്പെട്ടില്ല. 4 അധ്യായം മുതൽ 4 വാക്യം മുതൽ നമ്മൾ കാണുന്നത് പണികളുടെ വിവിധ കാര്യങ്ങളാണ്. അതുകൊണ്ട് 5 കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ച് ഈ അധ്യായം നമുക്ക് അവസാനിക്കും. 1, പണിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പണിയുടെ പുരോഗതിയിൽ ആദ്യം അവർ ചെയ്തത് എന്താ? പണിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 4, 5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവര് പണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാലാം വാക്യത്തിലും 9 വാക്യത്തിലും നമുക്ക് അവരുടെ പ്രാർത്ഥനയെ കാണാനായിട്ട് സാധിക്കും. എന്താ അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? 1, 4 വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ ദൈവത്വം അംഗീകരിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ്. എങ്ങനെ? 4 വാക്യം, ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ. അവർ പ്രാർത്ഥിക്കും ഞങ്ങളുടെ ദൈവമേ. അതാ ദൈവത്വം അംഗീകരിക്കുക എന്ന് പറയുന്നത്. അതാ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇങ്ങനെ തന്നെയാണ്. ഏതാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ
എന്താ വാക്കിൻ്റെ അർത്ഥം? ഒരുവൻ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം അതാണ് ദൈവത്വം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥനയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം ദൈവത്വം അംഗീകരിക്കുക. ദൈവത്വം അംഗീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തിയെ അംഗീകരിക്കുക. അവൻ നെഹമ്യാവിന്റെ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയിൽ അതുണ്ടായിരുന്നു. അവർ ദൈവത്വം അംഗീകരിച്ചു. 4-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് ദൈവത്തോട് കാര്യങ്ങൾ അറിയിച്ചു. പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ദൈവത്തോട് അറിയിച്ചു. ഇനി 3-ാമത്തെ കാര്യം 5-ാം വാക്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം നൽകി. 5-ാം വാക്യം എങ്ങനെ വായിക്കുന്നത്? പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കിയാൽ അവരുടെ അകൃത്യം മറയ്ക്കരുതേ. ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. മറയ്ക്കരുതേ, അവരുടെ പാപം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോവുകയും അരുതേ. ദൈവത്തിന് അവസരം നൽകുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? 1, ദൈവത്വം അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. 2, ദൈവത്തോട് കാര്യങ്ങൾ അറിയിക്കുക. 3, ദൈവത്തിന് അവസരം നൽകി പ്രാർത്ഥിക്കുക. അതാണ് ഇവരുടെ പ്രാർത്ഥനയുടെ 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും പ്രാർത്ഥിച്ചാൽ ദൈവം ഞങ്ങളുടെ പണിയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ അവരുടെ പ്രാർത്ഥന എത്ര ഗംഭീരമായ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന എത്രമായ ആഴമായ പ്രാർത്ഥനയാണ്. ഇനിയും നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ്. അത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പഠിക്കാം. പ്രാർത്ഥനയെക്കുറിച്ച് ആ വാക്യത്തിൽ 4, 5, 9 വാക്യങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇനി പ്രാർത്ഥനയുടെ ഫലം, പ്രാർത്ഥനയ്ക്കുണ്ടായ ഫലം എന്താ? 6-ാം വാക്യം, അങ്ങനെ ഞങ്ങൾ മതിൽ പണു. അതാണ് പ്രാർത്ഥനയുടെ ഫലം. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ടായി. 3-ാം അധ്യായത്തിൽ നമ്മൾ പണി അവസാനിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. എന്നൊരല്പം എതിർപ്പുകൾ ഉണ്ടായത് 4-ാം അധ്യായത്തിൽ നെഹമ്യാവ് വീണ്ടും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എന്നിട്ട് 6-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. അപ്പോൾ പുരോഗമിച്ച പണിയിൽ ആദ്യം അവർ ചെയ്തത് പണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു, പ്രാർത്ഥനയുടെ ഫലവും കണ്ടു. ഇനി രണ്ടാമത്തത് പണിക്ക് വേണ്ടിയുള്ള കാവൽ. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പണിക്ക് വേണ്ടി അവർ കാവൽക്കാരെ വെൽക്കുകയാണ്. കാവലിലെ 1-ാമത്തെ കാര്യം, ആയുധങ്ങളുമായി നിൽക്കുവാൻ ചില ആളുകളെ ഏൽപ്പിച്ചു. ആയുധങ്ങളുമായിട്ട് നിൽക്കുവാൻ. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആവശ്യമുള്ളിടത്ത് കാവൽക്കാരെ നിർത്തി. അപ്പോൾ എന്താണ്? ആയുധങ്ങളുമായി കാവൽക്കാരെ നിർത്തി. 2, ആവശ്യമുള്ളിടത്ത് കാവൽക്കാരെ നിർത്തി. അപ്പോൾ പണിക്ക് വേണ്ടി 2 അവർ ചെയ്തത് പണിക്ക് വേണ്ടി കാവൽക്കാരെ ആക്കി. ആ കാവൽക്കാരെ എങ്ങനെയൊക്കെ ആക്കിയത്? 1, ആ കാവൽക്കാരെ ആയുധങ്ങളുമായിട്ട് നിർത്തി. എന്തൊക്കെയാണ് ആയുധങ്ങൾ? 13ഉം 16ഉം വാക്യങ്ങൾ വായിക്കുന്നത് വാള്, കുന്തം, വില്ല്, പരിച, കവചങ്ങൾ. എന്തൊക്കെയാണ് 13ഉം 16ഉം വായിക്കുന്നത്? വാള്, കുന്തം, വില്ല്, പരിച, കവചം എന്ന് പറഞ്ഞാൽ എന്താ? സർവായുധവർഗം ധരിച്ചുകൊണ്ടുള്ള നിൽപ്പ്. അതാണ് നമുക്ക് പുതിയ നിയമത്തിൽ തരുന്ന ഉപദേശം. എങ്ങനെ നമ്മൾ നിൽക്കണം? ദൈവം നമുക്ക് തന്നിരിക്കുന്ന സർവ്വ ആയുധങ്ങളും തല മുതൽ പാദം വരെ അണിഞ്ഞ് സുരക്ഷിതമായി കർത്താവ് പറയുന്നത് പോലെയാണ് യുദ്ധസേവ ചെയ്യേണ്ടത്. ഇവിടെ ഇവർ നിൽക്കുന്നത് എന്താ? അന്നത്തെ കാലത്ത് ലഭ്യമായ എല്ലാ ആയുധങ്ങളും പിടിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ഇനി ആ കാവൽക്കാർ നിൽക്കുന്ന രണ്ടാമത് എങ്ങനെയാണ്? ആവശ്യമുള്ളിടത്ത് നിന്ന്. 13-ാമത്തെ വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നത്? അതുകൊണ്ട് ഞാൻ മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി. അപ്പൊ എവിടെയാ ഈ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നത്? ആവശ്യമുള്ള സ്ഥലത്ത്, മതിലിന്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞിടത്ത്, മതിലിന്റെ പിമ്പുറത്ത് തുറന്നു കിടന്നിടത്ത്. അപ്പോൾ പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലുമാണ് ആരെ ആക്കിയിരിക്കുന്നത്? ഈ കാവൽക്കാരെ ആക്കിയിരിക്കുന്നത്. എന്താ അതിന് പഠിക്കുന്ന ആത്മീയ പാഠം എന്ന് പറയുന്നത്? ദൈവം നമ്മെ കാവൽക്കാരാക്കിയിരിക്കുന്നുവെങ്കിൽ നാം നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നിൽക്കണം. ഒരു കാവൽക്കാരൻ എവിടെ നിൽക്കണം? നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കണം. എന്നാൽ മാത്രമേ യുദ്ധം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഈ പൊക്കമുള്ളിടത്ത് നിന്നാൽ എന്ത് സംഭവിക്കും? ഇവർ മറയപ്പെട്ടു പോകും. ശത്രു വരുന്നതും കാണാൻ കഴിയുകയില്ല, ശത്രുവിനെ തോൽപ്പിക്കാനും കഴിയുകയില്ല. അതുകൊണ്ടാണ് നെഹമ്യാവ് അവരെ നിർത്തുന്നത് പൊക്കം കുറഞ്ഞ സ്ഥലത്ത്.
തുറന്നു കിടക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യമായ സ്ഥലത്ത് കാവൽ നിർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളാണ് ധാരാളം. കാരണം പിശാച് കയറുന്ന വഴി എങ്ങനെയാണെന്ന് നമുക്ക് അറിയുവാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം നാം തന്നെ പിശാച് അകത്ത് കയറാത്ത നിലയിലുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, പണിക്ക് വേണ്ടിയുള്ള ധൈര്യപ്പെടുത്തൽ. 1, പണിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 2, പണിക്ക് വേണ്ടിയുള്ള കാവൽക്കാർ. 3, പണിക്ക് വേണ്ടിയുള്ള ധൈര്യപ്പെടുത്തൽ. 2 തരം ധൈര്യപ്പെടുത്തലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷജനത്തോടും നിങ്ങൾ അവരെ പേടിക്കേണ്ട. വലിയവനും ഭയങ്കരമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രന്മാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. പണിക്ക് വേണ്ടിയുള്ള ധൈര്യപ്പെടുത്തലിൽ നെഹെമ്യാവ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം അവരോട് പറയാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട. കാരണം എന്നാ? അവിടെ തന്നെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം എന്നാ? വലിയവനും ഭയങ്കരനുമായ കർത്താവ് എഴുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ ചോദിച്ച 2 വാക്ക് നോക്കിക്കേ, വലിയവനും ഭയങ്കരനും. ഇത് അങ്ങോട്ട് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. അവിടെ നോക്കിയാൽ ഒരു സൻബല്ലത്തിനെ കാണാം, ഒരു തോബിയാവിനെ കാണാം. അവർ 2 പേരും എന്തല്ല, വലിയവനുമല്ല ഭയങ്കരനുമല്ല. അവിടെയാണ് നെഹമ്യാവിന്റെ ധൈര്യം എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ കാണുന്ന ഈ സൻബല്ലത്തും തോബിയാവും എങ്ങനെയുള്ളവരല്ല. അവർ വലിയവരല്ല. അവര് നമ്മളെക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ അവരാരല്ല, അവർ വലിയവരല്ല. എക്സീഡിങ് ഗ്രേറ്റ്. ഈ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് തികയല്ല ദൈവത്തെക്കുറിച്ച് പറയാൻ. തികയോ? ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ് വലിയ ദൈവം. ചിന്തിച്ച് നമ്മൾ പറയുന്ന ആ ഭാഷയ്ക്കുള്ളിൽ ഒതുങ്ങുമോ നമ്മുടെ ദൈവം? അങ്ങനെയാണെങ്കിലും നമ്മുടെ ഭാഷ വലിയതും ദൈവം ചെറുതുമായി പോകും, ഇല്ലേ? ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കുള്ളിലാണ് ദൈവമെങ്കിൽ ദൈവം എൻ്റെ ഭാഷയേക്കാൾ ചെറുതായി പോകും. നോ, ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം വലിയവനെന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തൊരു വാക്ക് എൻ്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ പറയുവാൻ നമുക്കില്ലാത്തത് കൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതിനുമായിരുന്നു. നെഹമ്യാവ് പറയുകയാണ്, നമ്മുടെ ദൈവം വലിയവനും ഭയങ്കരനുമാണ്. ഭയപ്പെടേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തിനിങ്ങനെയുള്ള ആളുകളെ ഭയപ്പെടുന്നു? എന്തിന് ഇതിനുള്ളിലുള്ള ആളുകളെ ഭയപ്പെടുന്നു? നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനിലും വലിയവനാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ടെന്ന ആവശ്യമില്ല. ഇനി രണ്ടാമത് എന്നാ പറയുന്നത്? രണ്ടാമത്തെ പ്രോത്സാഹനം എന്ന് പറയുന്നത് അവരോട് പറയാണ്, പോകുന്നതിൻ്റെ ഒടുവിൽ പോരാടുവിൻ, പൊരുതുവിൻ. 14-ാം വാക്യത്തിൽ പറയുകയാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾ പൊരുതുവിൻ. അതാണ് പണിക്ക് വേണ്ടി രണ്ടാമത്തെ ധൈര്യപ്പെടുത്തൽ എന്ന് പറയുന്നത്. അധ്വാനിക്കുവിൻ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ പൊരുതുക, അധ്വാനിക്കുക. എന്തിനാ പൊരുതേണ്ടുന്നത്? 19-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എന്തിനാ പൊരുതേണ്ടത്? 19-ാമത്തെ വാക്യം, ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും എന്താ നോക്കിയേ, വേല വലിയതും വിശാലമായതുമാകുന്നു. അതുകൊണ്ടാണ് പൊരുതാൻ പറഞ്ഞത്. നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വേലയിൽ ഇനിയും പ്രവർത്തിക്കണം. കർത്താവിൻ്റെ വേല ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നൊരു ധ്വനി കൂടെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയാണ്. കർത്താവിൻ്റെ വേല ഒരു മതിൽ പണി തീരുന്നതോട് എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. പത്തനംതിട്ട ഈ സ്ഥലത്ത് നമ്മുടെ പിതാക്കന്മാർ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചതാണ്. അവരധ്വാനിച്ച് ജീവിച്ച് കടന്നുപോയി. വേല അവസാനിച്ചോ? വേല അവസാനിച്ചില്ല. അടുത്ത തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഈ തലമുറയിൽ പല തട്ടുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പല തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഈ തലമുറയിൽപ്പെട്ട ആളുകളും ഒരല്പം കഴിയുമ്പോൾ ഇവിടുന്ന് മാറ്റപ്പെടും. വേല അവസാനിക്കുന്നില്ല. പ്രിയന്റെ മടങ്ങി വരെ കർത്താവ് വേല ഇവിടെ അവസാനിപ്പിക്കുന്നത് വരെ ഇവിടെ വേല തുടരണം. 2000 വർഷങ്ങളോളമായി ഈ വേല ഈ മണ്ണിൽ തുടരുകയാണ്. അത് അവസാനിപ്പിക്കുന്നത് കർത്താവ് മാത്രമാണ്. കർത്താവ് എന്ന് മടങ്ങി വരും, അന്ന് ഈ വേല അവസാനിപ്പിക്കും. അതുവരെയും ഇവിടെയുള്ള തലമുറകൾ എന്ത് ചെയ്യണം? ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വേല വലിയതും
വിശാലമായതുമാകുന്നു. എന്തിനാ നെഹമ്യാവ് ജനത്തോട് പറഞ്ഞ പൊരുതുവിനെന്ന് ആശയം മനസ്സിലായോ? എന്തിനാ പൊരുതേണ്ടത്? ഇത് ചെറിയ വേലയല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ കൈകൊണ്ടോ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ ചെയ്തു തീർക്കാവുന്ന ഒരു ശുശ്രൂഷ അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനിയും ശുശ്രൂഷ അനേകമുണ്ട്, വലിയതാണ്. ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കുന്നത്, എനിക്ക് സാധിക്കുന്നത് എൻ്റെ ആയുസ്സിൽ ചെയ്യുക, എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് എൻ്റെ ആയുസ്സിൽ ചെയ്യുക. അങ്ങനെ ചെയ്ത മനുഷ്യൻ എന്താ പറഞ്ഞത്? ഞാൻ നല്ല ഞാൻ ഓട്ടം ഓടി, ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ് എന്ന് പറയുവാൻ ഇടയായത് എന്താ? അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ആ നല്ല യുദ്ധം എന്ത് ചെയ്തു? പൗലോസ് ചെയ്തു തീർത്തു. അതുകൊണ്ട് താൻ പറഞ്ഞത് എന്താ? ഇനി എനിക്ക് യുദ്ധങ്ങളില്ല, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തില്ല? കീഴ്പ്പെടുത്തുവാൻ മറ്റൊന്നുമില്ല. ഞാനിവിടെ അവസാനിക്കുകയാണ്. ഇനി എനിക്ക് ഒറ്റ കാര്യമുണ്ട്. എന്താ? നീതിയുള്ള കിരീടം എൻ്റെ തലയിൽ എൻ്റെ കർത്താവ് വെൽക്കുന്ന ഒരു ശോഭനമായ ഭാവി മാത്രമാണ് എൻ്റെ മുമ്പിൽ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. എനിക്ക് മാത്രമല്ല, അവൻ്റെ വരവെങ്കിൽ പ്രിയം വെച്ച എല്ലാവർക്കും. എന്നാൽ നമുക്ക് പറയാണ്ട് സാധിക്കേണ്ടത് എന്താ? ഈ യുദ്ധം ഞാൻ ശരിക്കും ചെയ്തു എന്ന് പറയുവാനായിട്ട് കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. എൻ്റെ ഈ ആയുസ് കൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുവാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ ഈ മൈക്ക് അങ്ങോട്ട് തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്നത് ഇത്രേ ഉള്ളൂ: എന്തൊക്കെയോ ചിലതൊക്കെ ഞാനിവിടെ, അങ്ങനല്ലേ പറയാൻ സാധിക്കുള്ളൂ, ഞാൻ എന്തൊക്കെയോ ഇവിടെ ചെയ്തു, പൂർണ്ണമെന്ന് പറയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. സുവിശേഷകനായ എനിക്കും സുവിശേഷകനായ അദ്ദേഹത്തിനും പറയുവാൻ സാധിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഏതാ? ചിലതൊക്കെ ഇവിടെ ചെയ്തു, അത്രേ പറയാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഒരുവൻ മാത്രം പറഞ്ഞു, ഞാൻ നല്ല യുദ്ധം ചെയ്തു, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. അതായിരിക്കണം നമ്മുടെയും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നെഹമ്യാവ് ഇവിടെ പറയുന്നത്, പൊരുതുവിൻ, അധ്വാനിക്കുവിൻ, മുന്നോട്ട് പോകുവിൻ, മാർച്ച് ഫോർവേഡ്. കാരണം എന്നാ? ഈ വേല വലിയതാണ്. കർത്താവ് ഇവിടുന്ന് പോകുന്ന നേരത്ത് കർത്താവ് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ ഈ വേല ചെയ്യണം. ആ വേല അവസാനിക്കുവോ? ചെയ്യാത്തതുകൊണ്ട് കർത്താവ് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ വേല ചെയ്യേണ്ടത് ആ അവസാനം വരെയാ, ആ കാലം അവസാനിക്കുന്നത് വരെ. സുവിശേഷം കൊണ്ട് ദൈവം ഭൂമിയിൽ മനുഷ്യനെ രക്ഷിച്ച് ദൈവസന്നിധി ചേർക്കുന്ന ആ കാലം അവസാനിക്കുന്നത് വരെ, അതുവരെ ഈ വേല ചെയ്യേണ്ടത് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. എത്ര തലമുറകൾ അത് മനസ്സിലാക്കി, എത്ര തലമുറകൾ ഈ ദൗത്യം ഏറ്റെടുത്തു, അവരത് ചെയ്തു തീർത്തു. ഭക്തരായ അനേക ആളുകൾ കഴിഞ്ഞ നാളുകളിൽ സ്വദേശം വിട്ടും പല രാജ്യങ്ങളിൽ ചെന്ന് ആ രാജ്യത്ത് താമസിച്ച് അവരോടൊപ്പം അവരെ പോലെ ജീവിച്ച് ഈ സുവിശേഷത്തിൻ്റെ സത്യം അറിയിച്ചുകൊണ്ട് ജീവിച്ചു. അങ്ങനെ വന്ന ആളുകൾ നമ്മുടെ കേരളത്തിലും വന്നു. എത്രയോ പീഡനങ്ങളിലൂടെ കടന്നുപോയി. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഈ വേല വലിയത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. സുഖവും സുഷുപ്തിയും ഒക്കെ ഉപേക്ഷിച്ച് നമ്മുടെ രാജ്യത്തിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അവർ കടന്നുപോയത് ഈ വേല വിശാലമായി എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ പോയത്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ വേലയ്ക്ക് വേണ്ടി പൊരുതുവിൻ. അപ്പൊ പണിക്ക് വേണ്ടി നെഹമ്യാവ് ചെയ്ത മൂന്നാമത്തെ കാര്യം എന്താ? അവരെ ധൈര്യപ്പെടുത്തി. ഒന്നാമത്തെ ധൈര്യപ്പെടുത്തൽ എന്തായിരുന്നു? പേടിക്കണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. കാരണം വലിയവനായിരിക്കുന്ന ദൈവം കൂടെയുണ്ട്. രണ്ടാമത് അവരോട് പറഞ്ഞത് പൊരുതുവിൻ. കാരണം എന്നാ? വേല വലിയതും വിശാലവുമായതാണ്, അതുകൊണ്ട് പൊരുതുവിൻ. നാലാമത്തെ കാര്യം, പണിക്ക് വേണ്ടി താൻ ചെയ്ത നാലാമത്തെ കാര്യം, പണിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ അവരെ അറിയിച്ചു. 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 15-ാമത്തെ വാക്യം. നിങ്ങൾക്ക് അറിവ് കിട്ടിയപ്പോൾ ദൈവം നമ്മുടെ ആലോചനയെ നിഷ്ഫലമാക്കിയും നിങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം നിങ്ങളെല്ലാവരും അതിൽ താന്താന്റെ വേലയ്ക്ക് മടങ്ങിച്ചെല്ലുവാനിടയായി. പണിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായി. അത് നെഹമ്യാവ് ജനത്തെ അറിയിക്കണം. എന്താണത്? ദൈവം
അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കി. ആരുടെ ആലോചനയെ? ഈ എതിര് കൊണ്ടുവന്ന ആളുകളുടെ ആലോചന ദൈവം നിഷ്ഫലമാക്കി. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചേ. യോബിന്റെ പുസ്തകം 5:12. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു. മതി. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ എന്ത് ചെയ്യുന്നു? ഈ സൻബല്ലത്തും തോബിയാവും ഒക്കെ സൂത്രക്കാരായിരുന്നു. അവർ കൊണ്ടുവന്ന ഉപായങ്ങളാണ്. അതിനെല്ലാം ദൈവം എന്ത് ചെയ്തു? അബദ്ധങ്ങളാക്കി മാറ്റി. അതൊന്നും ശരിയായ നിലയിൽ പ്രവർത്തിക്കാൻ ദൈവം അനുവദിച്ചില്ല. 33-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ജാതികൾ എതിരായിട്ട് വരികയാണ്. യഹോവയുടെ അഭിഷിക്തനെതിരായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താ ദൈവം ചെയ്യുന്നത്? ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളെ ദൈവം നിഷ്ഫലമാക്കി കളയും. ചില നാളുകൾ ദൈവം അവരെ അനുവദിക്കും. ചില നാളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് ഇവിടെ തുടരും. എന്നാൽ എന്ത് സംഭവിക്കും? ഇതെല്ലാം ദൈവം അവസാനിപ്പിക്കും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 15-ാം വാക്യം നമ്മൾ ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കും. അവരുടെ മാത്രമല്ല, അവരുടെ പിന്നിൽ നിൽക്കുന്ന പിശാചിനെയും ദൈവം എന്ത് ചെയ്യും? നശിപ്പിക്കും. ഒരളവിൽ അവനെ നശിപ്പിച്ചില്ലേ? കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് അവനെ ആയുധം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെ കീഴടക്കി, ബലഹീനനാക്കി. കർത്താവ് വലിയൊരു വിജയം നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ പിശാചിനെതിരെ നടത്തി. അവനെ ആയുധം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനെ കീഴടക്കി, നിരായുധനാക്കി തീർത്തു. ഇന്ന് അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആയുധമില്ലാത്തയുള്ള പരിപാടിയാണ് നടത്തുന്നത്. നമ്മൾ പത്രോസിന്റെ കാര്യത്തിൽ പിശാചിനെക്കുറിച്ച് വായിക്കുന്നത് അവൻ റോറിംഗ് ലയൺ എന്നൊക്കെയാണ് വായിക്കുന്നത്. അലറിച്ച മാത്രമേ ഉള്ളൂ, ഭരണമില്ല. നിങ്ങൾ ഈ ജോഗ്രഫി ചാനലിലൊക്കെ കണ്ടിട്ടുള്ളൂ, സിംഹം ഒരു പ്രായമായി കഴിയുമ്പോൾ അവൻ്റെ മക്കളായ ആൺസിംഹങ്ങൾ ഇവനെ എന്ത് ചെയ്യും? ഇവനെ കടിച്ച്, ഇവനെ ദേഹോപദ്രവം ചെയ്ത് ആ ടെറിട്ടറിയിൽ നിന്ന് ഓടിച്ചു കളയും. ഇവൻ്റെ മക്കളായ ആൺസിംഹ കുട്ടികൾ ഓടിക്കും. അപ്പോൾ നിങ്ങൾ കുറെ കഴിയുമ്പോൾ ഇവന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ പോയി ഇവൻ ഒളിച്ച് മക്കളെ ഭയന്നാ പിന്നെ ജീവിക്കുന്നത്. ഒരു നാളത്തെ രാജാവായിട്ട് ധീരനായിട്ട് ജീവിച്ച ഈ സിംഹം എന്ത് ചെയ്യും? പിന്നെ പോയി കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരിക്കും. പക്ഷെ സിംഹമല്ലേ, സ്വഭാവം മറക്കാൻ സാധിക്കും. അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? അവൻ ഗർജിക്കും. പക്ഷെ ഈ ആൺസിംഹങ്ങൾ ഈ ഗർജനത്തെ എന്ത് ചെയ്യത്തില്ല, അപ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. കഴിവുണ്ടേ വന്ന് ആക്രമിച്ചിട്ട് പോകും. ഞാൻ പെട്ടെന്നെടുത്ത ഉദാഹരണം അതാ. പിശാച് അലറുന്ന സിംഹം പോലുണ്ട്. എവിടെയാ? ബലഹീനനായി, ആരോഗ്യമില്ലാത്തവനായി. കർത്താവ് അവനെ തോൽപ്പിച്ചത് കൊണ്ട് അവൻ ആ നിരായുധനായിട്ട് നിന്ന് അലറുകയാണ്. അതിനെന്ത് ചെയ്യണ്ട? അവനെ പേടിക്കണ്ട. ദാവീദിന്റെ സിംഹമായവൻ നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ഈ സിംഹത്തെ ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. 5-ാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പണിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ. 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പണിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ്. എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഭൃത്യന്മാർ, യഹൂദന്മാരായ പണിക്കാർ, ചുമട്ടുകാർ, പ്രഭുക്കന്മാർ, പ്രമാണിമാർ, കാഹളമൂതുന്നവർ, ഇവരെല്ലാം നെഹമ്യാവ് കൊണ്ടുവരികയാണ്. ഇവർ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം പറയുന്നത് നമുക്ക് അവിടെ ശ്രദ്ധിക്കാം. അവർ വാള് മാറ്റുന്നില്ല, അവർ ഉടുപ്പ് മാറ്റുന്നില്ല. 3, അവർ കുന്തം മാറ്റുന്നില്ല. പണിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ക്രമീകരണം നെഹമ്യാവ് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നിർത്തിയ ആളുകളൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, വിശ്രമത്തിന് പോലും പോകുന്നില്ല. വാള് മാറ്റുന്നില്ല, ഉടുപ്പ് മാറ്റുന്നില്ല, കുന്തം മാറ്റുന്നില്ല. നമ്മൾ വായിക്കുന്നത് രാത്രിയിലും പകലും, രാത്രിയിൽ കാവൽ, പകല് പണി. അതാണ് യഥാർത്ഥ ഒരു വേല എന്ന് പറയുന്നത്, ക്രമീകൃതമായ ഒരു ജോലി. 5 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് പണിയോടുള്ള ബന്ധത്തിൽ. 1, പണിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാതെ ഒരു ശുശ്രൂഷയും നടക്കുകയില്ല. 2, പണിക്ക് വേണ്ടിയുള്ള കാവൽക്കാർ. 3, പണിക്ക് വേണ്ടി ധൈര്യപ്പെടുത്തൽ. 4, പണിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടൽ. 5, പണിക്ക് വേണ്ടിയുള്ള ക്രമീകരണം. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം നമ്മൾ പഠിച്ചു.
നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏത് ശുശ്രൂഷയിലെയും എതിർപ്പുകൾ ഉണ്ടാകും. ഒന്നാമത്തെ എതിർപ്പ് പുറത്തു നിന്നുള്ള എതിർപ്പുകളാണ്. രണ്ടാമത്തെ എതിർപ്പ് അകത്തു നിന്നുള്ള എതിർപ്പുകളാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെയുള്ളവൻ ശക്തനാണ്, വേല വലിയതാണ്, അതുകൊണ്ട് ഭയപ്പെടാതെ മുന്നോട്ട് പോകാം. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് പണികളുടെ പുരോഗമനമാണ്. എത്ര ക്രമീകരണത്തോടു കൂടിയാണ് നെഹമ്യാവ് മുന്നോട്ട് പോയത്. 5 രീതിയിലുള്ള ക്രമീകരണം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പണി തീർക്കുവാനിട്ടിടയായിത്തീർന്നു. സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയും ജീവിതവും ഈ ഭൂമിയിൽ പ്രാർത്ഥനയോടുകൂടെ ചെയ്ത് ഇത് അവസാനിപ്പിക്കുവാൻ, ഈ ജീവിതം ഒടുവിൽ അവിടെ കൊടുക്കുന്നത് വരെ ഈ മണ്ണിൽ ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടു കൂടെ ജീവിക്കാം എന്നർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.